രാവിലെ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മ അപ്പം ചുടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടി ഇങ്ങനെ കറക്കി കറക്കി ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ഈ അപ്പം. ഭയങ്കര ടേസ്റ്റുമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത്, കാരണം എനിക്ക് എങ്ങനെ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഉമ്മ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം ചുടേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളായിരുന്നു. ഇത് വെള്ളക്കടല കറി വെച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. കടലക്കറി ഉണ്ടെങ്കിലും തലേ ദിവസത്തെ മുളകിട്ട മീൻകറിയുടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ കടലക്കറിയാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ചിക്കൻ കറിയാണെന്ന് പറഞ്ഞാലും ഞാൻ മീൻകറിയും കൂട്ടിയേ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ കടലക്കറിക്ക് വിഷമം ആവണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ച് ഞാനത് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സഹായിക്കണ വേണ്ട. എൻ്റെ ഉമ്മച്ചി ഗൈസ് പലർക്കും പല ഐറ്റംസാണ് ഇവിടെ. ഇത് മീൻ മുളകിട്ടത് അടുപ്പത്താക്കി എനിക്കാണ് കേട്ടോ ഇത് വാപ്പിക്കാണ് കേട്ടോ. മറ്റേ ബീഫിൻ്റെ പതിരയെന്ന് പറയും ഞങ്ങൾ, എല്ലായിടത്തും എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം അത് റോസ്റ്റ് ചെയ്തതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വേണേൽ വിചാരിക്കും എന്തിനാ ഇത്രയും വെളിച്ചെണ്ണ എന്നൊക്കെ. പക്ഷേ വെളിച്ചെണ്ണ ഓയിലൊന്നും അല്ല കേട്ടോ. ആ ഇറച്ചിയുടെ അതായത് ആ പതിരയുടെ നെയ്യ് ഇറങ്ങിയതാണ്. ഏത് പാതിരാത്രിയും പാവ എന്ത് പറഞ്ഞാലും ചെയ്തു തരും കേട്ടോ. കണക്ക് പറയാതെ നമുക്ക് എന്തും ചെയ്തു തരുന്ന ഒരേ ഒരാൾ നമ്മുടെ ഉമ്മമാർ.